LG 29 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ സ്ക്രീനില്ല. അപ്പോൾ അതാണ് കംപ്ലൈൻറ്റ്. ഓസിലേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്, പവർ സപ്ലൈ എല്ലാം ഉണ്ട്, സ്ക്രീൻ മാത്രം വരുന്നില്ല. അപ്പോൾ ഇതിൽ നല്ല പൊടിയും ചെളിയൊക്കെ ഉണ്ട്, ക്ലീനൊക്കെ ചെയ്യണം മൊത്തം. പിന്നെ ബേസ് ബോർഡ് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് വയർ കുഞ്ഞിളയി ഇതാ പുറത്ത് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു കപ്പാസിറ്റർ 250 വോൾട്ട് 4.7 UF കപ്പാസിറ്റർ ടോപ്പ് പോർഷൻ വന്നിട്ട് ഇത്തിരി ബൾജായിട്ട് നിൽപ്പുണ്ട്, പൊങ്ങി. അപ്പോൾ അതും കംപ്ലൈൻ്റ് ഉണ്ട്, അതും മാറണം. പിന്നെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ചെയ്യണം. അപ്പോൾ ഏതൊരു ബോർഡ് ഫസ്റ്റ് കിട്ടിയാലും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡറിങ് ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ രീതി ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം കണക്ടർ ഉൾപ്പെടെ എല്ലാം ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ബേസ് ബോർഡ് ഡ്രൈ സോൾഡർ ചെയ്യണം. പിന്നെ കപ്പാസിറ്റർ മാറണം, ഫോക്കസ് വയർ സ്ക്രീൻ വയറൊക്കെ കറക്റ്റായിട്ട് ചെത്തിയിട്ട് കൊടുക്കണം. ഇവിടെ ഫോക്കസ് വയർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, സ്ക്രീൻ വയറും കറക്റ്റായിട്ട് നല്ലോണം ചെത്തി കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ മാറാണ് 250 വോൾട്ട് 4.7 MF കപ്പാസിറ്ററാണ്. അതേപോലെ തന്നെ ഡിസ്കും മാറുകയാണ്, സെറാമിക് ഡിസ്ക്. അപ്പോൾ 250 വോൾട്ടിൻ്റെ പുതിയ കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. അടുത്ത സെറാമിക് ഡിസ്ക് 681K 2K ഇവിടെ ഡിസ്കും പുതിയത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്ക്രീൻ വരാത്തതുകൊണ്ട് ഞാൻ മാറ്റുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്ക്രീനില്ലാത്ത കംപ്ലൈൻ്റാണത്. അപ്പോൾ ഇവിടെ ബേസ് ബോർഡും കൂടെ ഫുൾ ഡ്രൈ സോൾഡറിങ് ചെയ്യണം. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ലെഗുകൾ തമ്മിൽ ഒട്ടാൻ പാടില്ല, ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ബേസ് ബോർഡ് ഫുൾ ഡ്രൈ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഓൺ ചെയ്ത് നോക്കാം. പറ്റി ഓൺ ചെയ്തിട്ടുണ്ട്. ബോർഡൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് TV ഓണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻസൊക്കെ മാറി, സ്ക്രീനില്ലാത്ത കംപ്ലയിൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും പിന്നെ ചാനലൊന്നും കയറി സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓൺ ചെയ്ത് വെക്കാനും മറക്കല്ല്. പിന്നെ വേറെ ഒരുപാട് വീഡിയോസ് ചാനലിട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട്, പിന്നെ അതല്ലാതെ നോർമൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സമയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.